യു.പി. രാഷ്ട്രീയത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് അയോധ്യയിലെ സ്വർണ്ണക്കൊള്ള രാജ്യം മുഴുവൻ ഇപ്പോഴും ചർച്ചയാവുകയാണ്. അയോധ്യ ക്ഷേത്രത്തിൽ നടന്ന കൊള്ളയെക്കുറിച്ച് SIT അന്വേഷണം ഇപ്പോൾ നിർണായക ഘട്ടത്തിലാണ്. വെറുമൊരു മോഷണക്കേസ് എന്നതിനപ്പുറം ഉത്തർപ്രദേശ് സർക്കാരിനെ പിടിച്ചുലക്കുന്ന രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ് പ്രതിപക്ഷം. വരുന്ന തിരഞ്ഞെടുപ്പിൽ യോഗി ആദിത്യനാഥിനെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കാൻ കോൺഗ്രസും അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദ് പാർട്ടിയും ഒന്നടങ്കം കൈകോർത്തിരിക്കുകയാണ്. ഈ നീക്കം നരേന്ദ്രമോദിക്കും യോഗി ആദിത്യനാഥിനും ഒരുപോലെ വലിയ വെല്ലുവിളിയാകുമോ എന്നതാണ് പ്രധാന ചർച്ച. കർശനമായ സുരക്ഷാ വലയമുള്ള അയോധ്യയിൽ ഇത്തരമൊരു സംഭവം നടന്നത് യോഗി സർക്കാരിൻ്റെ ക്രമസമാധാന പാലനത്തിന് വലിയൊരു ചോദ്യചിഹ്നമാണ് ഉയരുന്നത്. ക്രമസമാധാനത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന ആളാണ് യോഗി ആദിത്യനാഥ്. അതുകൊണ്ടുതന്നെ കേസിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള SIT അന്വേഷണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. പ്രതികളെ ഉടൻ പിടികൂടുമെന്നാണ് സർക്കാർ ആവർത്തിക്കുമ്പോഴും സുരക്ഷാ വീഴ്ചയിൽ സർക്കാരിന് മറുപടി നൽകേണ്ടി വരും. അയോധ്യ വിഷയത്തെ വളരെ കൃത്യമായ രാഷ്ട്രീയ തന്ത്രത്തോടെയാണ് പ്രതിപക്ഷം സമീപിക്കുന്നത്. അഖിലേഷ് യാദവും കോൺഗ്രസ് നേതൃത്വവും ഒപ്പം ഇന്ത്യ മുന്നണിയും ഒന്നിച്ച് സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയാണ്. BJPയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ കോട്ടയായ അയോധ്യയിൽ തന്നെ സർക്കാരിന് സുരക്ഷാ വീഴ്ച പറ്റിയെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, അതുപോലെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ വോട്ടുകൾ ഭിന്നിച്ചു പോകാതെ പ്രതിപക്ഷ വോട്ടുകളെ ഒറ്റ കുടക്കീഴിൽ കൊണ്ടുവരിക എന്നതായിരിക്കും പ്രധാന തന്ത്രം. അഖിലേഷ് യാദവും കോൺഗ്രസും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഉത്തർപ്രദേശിലെ ജാതിമത സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ അവർക്ക് സാധിക്കുമെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ കണക്കുകൂട്ടൽ. ഇത് യോഗി ആദിത്യനാഥിന് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ വലിയ തലവേദനയാകും എന്നതിൽ സംശയമില്ല. 2014 മുതൽ യു.പിയിൽ കണ്ട BJPയുടെ വിജയരഥത്തിന് തടയിട്ടത് മറ്റാരുമല്ല, സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവാണ്. 2017ലെയും 2022ലെയും നിയമസഭാ തോൽവിക്ക് ശേഷം അഖിലേഷ് രാഷ്ട്രീയമായി തീർന്നുവെന്ന് എഴുതിത്തള്ളിയവർക്ക് തെറ്റി. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി ചേർന്നുള്ള യു.പിയിലെ 80ൽ 43 സീറ്റുകൾ പിടിച്ചെടുത്തത് BJPയെ കേവലം 33 സീറ്റുകളിലേക്ക് ഒതുക്കി. SP ഒറ്റയ്ക്ക് 37 സീറ്റുകൾ നേടി യു.പിയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറി. യാദവ മുസ്ലിം വോട്ടുകളിൽ മാത്രം ഒതുങ്ങി നിന്ന SPയുടെ പ്രതിച്ഛായ മാറ്റി ദളിത് പിന്നാക്ക വോട്ടുകളിലേക്ക് അഖിലേഷ് കടന്നുകയറി. BJPയുടെ പരമ്പരാഗത വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് ചെറിയ കാര്യമല്ല. ഇത് മോദിക്കും യോഗിക്കും വെല്ലുവിളിയാകുമോ എന്നതാണ് പ്രധാന ചോദ്യം. തീർച്ചയായും ഉത്തർപ്രദേശ് എന്നാൽ ഡൽഹിയിലേക്കുള്ളൊരു വഴിയാണ്. ഉത്തർപ്രദേശിൽ BJPക്കുണ്ടാകുന്ന ചെറിയൊരു ഉലച്ചിൽ പോലും കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ അടിത്തറ തന്നെ ബാധിക്കും. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു.പിയിൽ പ്രതിപക്ഷമുണ്ടാക്കിയ മുന്നേറ്റം നമ്മൾ കണ്ടതാണ്. ആ ആത്മവിശ്വാസത്തിലാണ് അഖിലേഷും കോൺഗ്രസും ഇപ്പോൾ അയോധ്യ വിഷയം ഉയർത്തിപ്പിടിക്കുന്നത്. യോഗി സർക്കാരിനെ ഇവിടെ പ്രതിരോധിക്കാൻ സാധിച്ചാൽ 2029ലെ പൊതു തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്ന രാഷ്ട്രീയക്കാരനല്ല യോഗി ആദിത്യനാഥ്. ഇത്തരം പ്രതിസന്ധികളെ കടുത്ത ഹിന്ദുത്വ കാർഡും വികസന രാഷ്ട്രീയവും ക്രമസമാധാന നടപടികളും ഉയർത്തിപ്പിടിച്ച് നേരിടാനായിരിക്കും യോഗി ആദിത്യനാഥിൻ്റെ ശ്രമം. SIT അന്വേഷണത്തിലൂടെ പ്രതികളെ മാതൃകാപരമായി ശിക്ഷിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ വായടിപ്പിക്കാനും യോഗി ആദിത്യനാഥിൻ്റെ ആദ്യ നീക്കം. അയോധ്യയിലെ ഈ സംഭവം ഉത്തർപ്രദേശിൻ്റെയും രാജ്യത്തിൻ്റെയും രാഷ്ട്രീയ ഗതി നിർണ്ണയിക്കുന്ന ഒന്നായി മാറിക്കഴിഞ്ഞു. യോഗി സർക്കാരിനെ താഴെയിറക്കാൻ സർവശക്തിയും ഉപയോഗിച്ച് പോരാടുമ്പോൾ മോദിയും യോഗിയും ഇതിനെ എങ്ങനെ അതിജീവിക്കും എന്നത് വരും ദിവസങ്ങളിൽ കാണേണ്ടി വരും.